ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്. ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞു, ഇറ്റ് ഇസ് എ നെയിമിംഗ് സിസ്റ്റം ഫോർ ഡിവൈസസ് ഇൻ ദ നെറ്റ്വർക്ക്. ഇറ്റ് പ്രൊവൈഡ് സർവീസ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് ഡൊമൈൻ നെയിംസ് ടു IP അഡ്രസ്. അതായത് നമുക്ക് ഈ നമ്പേഴ്സൊക്കെ ഓർത്ത് വയ്ക്കാൻ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഓരോ പേരുകളായിട്ടാണ് ശരിക്കും നമ്മൾ ഡൊമൈൻ നെയിം പറയുന്നത്. www.google.com. ആക്ച്വലി അതിനൊക്കെ ഓരോ IP അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ IP അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്ന ഈ ഡൊമൈൻ നെയിംസിനെ IP അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിൽ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൻ്റെ എന്താ പറയുക, ഒരു ഹയറാർക്കിക്കൽ ഓർ ഡീസെൻട്രലൈസ്ഡ് നെയിമിംഗ് സിസ്റ്റം ഫോർ കമ്പ്യൂട്ടേഴ്സ് സെർവേഴ്സ്. ഡൊമൈൻ നെയിം സിസ്റ്റത്തിനെ വേറെ തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഹയറാർക്കിക്കൽ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് നെയിമിംഗ് സിസ്റ്റം ഫോർ കമ്പ്യൂട്ടേഴ്സ് സെർവേഴ്സ് or other resources connected to the network or private network. ഓക്കെ, പിന്നെ ഇതെന്ന് വെച്ചെങ്കിൽ നമുക്ക് മെമ്മറൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയുള്ള നെയിംസിൻ്റെ ഫോമിലായിരിക്കും ഡൊമൈൻ നെയിം സിസ്റ്റം എപ്പോഴും ഉണ്ടായിരിക്കുക. അത് IP അഡ്രസ് നീഡഡ് ഫോർ ലൊക്കേറ്റിംഗ് ആൻഡ് ഐഡൻറ്റിഫൈങ് കമ്പ്യൂട്ടർ സർവീസസ് ആൻഡ് ഡിവൈസസ്. അണ്ടർലൈൻ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള IP അഡ്രസ്സസ് ആയിരിക്കും ആക്ച്വലി അത്. പക്ഷെ അത് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മളൊരു പേരിൻ്റെ രൂപത്തിൽ യൂസ് ചെയ്യുന്നു. അതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ഒരു 6 സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഡൊമൈൻ നെയിം സിസ്റ്റം ഹോസ്റ്റ് ടു IP അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന 6 സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ടാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, യൂസർ പാസസ് ദ ഹോസ്റ്റ് നെയിം ടു ദ ഫയൽ ട്രാൻസ്ഫർ ക്ലയൻറ്റ്. യൂസർ എന്ത് ചെയ്യും, ഹോസ്റ്റ് നെയിമിനെ ഫയൽ ട്രാൻസ്ഫർ ക്ലയൻറ്റിലേക്ക് പാസ് ചെയ്യും. സെക്കൻഡ് വൺ, ഫയൽ ട്രാൻസ്ഫർ ക്ലയൻറ്റ് പാസസ് ദ ഹോസ്റ്റ് നെയിം ടു DNS ക്ലയൻറ്റ്. DNS ക്ലയൻറ്റിലേക്ക് എന്ത് ചെയ്യും, ഫയൽ ട്രാൻസ്ഫർ എന്ത് ചെയ്യും, ഹോസ്റ്റ് നെയിമിനെ പാസ് ചെയ്യും. Each computer after being booted knows the address of one DNS server. The DNS client sends a message to DNS server with a query that gives the file transfer server name using the non-IP address of the DNS server. അതിൽ ഓരോ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ DNS സെർവറിൻ്റെ അഡ്രസ്സ് ഫൈൻഡ് ചെയ്യും. ഈ DNS ക്ലയൻറ്റ് എന്ത് ചെയ്യും, DNS സെർവറിന് ഒരു റിക്വസ്റ്റ് മെസ്സേജ് പാസ് ചെയ്യും. എന്താ പറയുക, പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന കൊറി എന്താ വെച്ചെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ സെർവർ നെയിം, IP അഡ്രസ്സ്, അതിൻ്റെ ഫയൽ ട്രാൻസ്ഫർ സെർവറിൻ്റെ നെയിം IP അഡ്രസ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് DNS റിക്വസ്റ്റ്, അതായത് വിത്ത് കൊറി അതായിരിക്കും റിക്വസ്റ്റ് മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, DNS സെർവർ റെസ്പോൺസ് വിത്ത് IP അഡ്രസ് ഓഫ് ഡിസൈഡ് ഫയൽ. ഏത് ഫയൽ സെർവറിൻ്റെ ആണോ വേണ്ടത് അതിൻ്റെ IP അഡ്രസ്സായിരിക്കും റെസ്പോൺസായിട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത്, DNS സെർവർ പാസസ് ദ IP അഡ്രസ് ടു ദ ഫയൽ ട്രാൻസ്ഫർ ക്ലയൻറ്റ്. IP അഡ്രസ്സിന് ആ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ക്ലയൻറ്റ് ആരാണോ അങ്ങോട്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് വൺ. സിക്സ്ത് വൺ എന്ന് പറയുന്നത്, ഫയൽ ട്രാൻസ്ഫർ ക്ലയൻറ്റ് നൗ യൂസസ് ദ റിസീവ് ദ IP അഡ്രസ് ടു ആക്സസ് ദ ഫയൽ ട്രാൻസ്ഫർ സെർവർ. അതായത് റിസീവ് ചെയ്ത IP അഡ്രസ്സ് എന്ത് ചെയ്യും, ഫയൽ ട്രാൻസ്ഫർ സെർവറിന് ആക്സസ് ചെയ്യുന്ന മാതിരി റെഡിയാക്കും. ഇങ്ങനെ 6 സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഹോസ്റ്റ് നെയിമിനെ IP അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 6 സ്റ്റെപ്സ്. ഇനി എന്താണ് ഡൊമൈൻ നെയിം സ്പേസ്? ഡൊമൈൻ നെയിം സ്പേസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഡൊമൈൻ നെയിം സ്പേസ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് നെയിമാണ് ഡൊമൈൻ നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഒബ്ജക്റ്റീവ്സ് മേ റെഫേർഡ് ബൈ ദെയർ യുണീക്ക് നെയിം. ഇതിലെന്താ വെച്ചെങ്കിൽ ഡൊമൈൻ നെയിം സ്പേസ് names are selected from domain namespace for mapping them into unique address. Domain namespace a hierarchical namespace which each name is made up of several parts. In this design, the names are defined in a inverted tree structure with a root map at the top. ഓക്കെ, ഡൊമൈൻ നെയിം സ്പേസ് എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിക്കൽ സ്പേസിംഗ് ആണ്. അതായത് നെയിംസിനെ ഹൈറാർക്കിക്കലാക്കി ചെയ്യുന്നതാണ്. അതൊരു ട്രീ സ്ട്രക്ചറാണ്. അതിന് 128 ലെവൽസ് ഉണ്ടാവുക. 0th ലെവൽ എന്ന് പറയുന്ന റൂട്ടും 120 to 127 എന്നുള്ളതാണ് വരിക. ഇത് ഈ ഡയഗ്രത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 0th ലെവലാണ് റൂട്ട് വരുന്നത്.
പിന്നെ ടോപ്പ് ലെവൽ നോഡ്സ് ഉണ്ടായിരിക്കും, പിന്നെ ലീഫുകളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ ഓരോ ഈച്ച് നോഡ് ഇൻ എ ട്രീ ഹാസ് എ ലേബൽ. ഓരോ ട്രീയിലെ ഓരോ നോഡിനും നമ്മൾ ലേബിളായിട്ടാണ് പറയുന്നത്. വിച്ച് ഈസ് എ സ്ട്രിങ് വിത്ത് മാക്സിമം, എല്ലാം സ്ട്രിങ് ആയിരിക്കും. മാക്സിമം ഓഫ് 63 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. റൂട്ട് ലേബൽ ഈസ് നോട്ട്, റൂട്ട് ലേബൽ ഒരിക്കലും, റൂട്ട് ലേബൽ എന്ന് പറയുന്നത് എപ്പോഴും എം ടി ആയിരിക്കും. ഓക്കെ. പിന്നെ DNSന് എപ്പോഴും ചിൽഡ്രൻ നോഡ് ആവശ്യമാണ്. അതും ഡിഫറെൻറ്റ് ലേബൽസിലായിരിക്കും ഉണ്ടായിരിക്കുക, എന്നാലേ യുണീക്നെസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, ഈച്ച് നോഡ് ഇൻ ദ ട്രീ ഹാസ് എ ഡൊമൈൻ നെയിം. ഓരോ നോഡ്സിനും ഒരു ഡൊമൈൻ നെയിം ഉണ്ടായിരിക്കും. ആ നെയിം ഓഫ് ദ ഡൊമൈൻ ഈസ് ദി നെയിം ഓഫ് ദി നോഡ്. ആ സബ് ട്രീയുടെ ഡൊമൈൻ നെയിം തന്നെയായിരിക്കും അതിൻ്റെ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. ഇതിൽ റൂട്ട് തന്നിട്ടുണ്ട്, അതിന് സബ് ട്രീ ആയിട്ട് ഒന്ന് .com, .edu അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ .com തന്നെ ഡൊമൈൻസ് ഒരുപാടെണ്ണം വരും, .edu തന്നെ ഒരുപാടെണ്ണം വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ EDUവിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ .edu എന്നുള്ള ഡൊമൈൻ നെയിമിന് സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റി .edu .in അങ്ങനെ വരും, edu.in. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ bdip.top.university.edu.in എന്ന് വരും. അതുമാതിരി കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ computer.b.top.university.edu.in അങ്ങനെ പറഞ്ഞിട്ട് സബ് ലെവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഡൊമൈൻ നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇതിൽ അതേമാതിരി അടുത്തത് പറയുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ, എന്താണ് ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം. ഒരു ലേബിൾ ടെർമിനേറ്റഡ് വിത്ത് നള്ളാണെങ്കിൽ അതിനെ ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറയും. അത് ഇപ്പോൾ നോട്ട് ടെർമിനേറ്റഡ് ബൈ നൾ സ്ട്രിങ് ആണെങ്കിൽ ഇതിനെ പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറയും. ഓക്കെ. അതേപോലെ പിന്നെ എന്താ അതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, അതുമാതിരി ഇത് ഒരു ആക്ച്വലി ഇതിൻ്റെ പ്രോബ്ലം പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ആൾസോ നോട്ട് റിലയബിൾ ടു ഹാവ് ജസ്റ്റ് വൺ കമ്പ്യൂട്ടർ ടു സ്റ്റോർ സച്ച് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. അതായത് ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ ഇതിൽ പോസിബിൾ അല്ല. ഇറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ് ബിക്കോസ് റെസ്പോണ്ടിങ് ടു റിക്വസ്റ്റ് ഫ്രം all over the world places a heavy load on the information. It is not reliable because any failure makes the data inaccessible. അതായത് ഇത് ഭയങ്കര ഹെവി ആയ കാരണം ഒരു സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. To solve this problem, we use domain name system servers. DNS സെർവറാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. One way to do this is to divide the whole space into many domain based on the first level. ഒന്നില്ലെങ്കിൽ ഇതിനെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ഇതിൻ്റെ ബേസിൽ, ഒരു ലെവലിൻ്റെ ബേസിൽ പലതായി സ്പ്ലിറ്റ് ചെയ്യാം. In other words, we let the root stand alone and create a many domains. അതല്ലെങ്കിൽ ഒരു റൂട്ടിനെ നിർത്തിയിട്ട് നമ്മൾ കുറേ സബ് ട്രീസ് ക്രിയേറ്റ് ചെയ്യാം. ആസ് ദർ ഇസ് എ ഫസ്റ്റ് ലെവൽ നോഡ്, അതായത് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, സൈസ് മാനേജ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ ഈ സെർവർ ക്യാൻ ബി റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ. അതുമാതിരി ഓരോ സെർവേഴ്സുമാണ് അവരുടെ ഡൊമൈനിന് റെസ്പോൺസിബിൾ. അത് ലാർജോ സ്മോളോ എന്തോ ആയിക്കോട്ടെ, എല്ലാം സെർവേഴ്സാണ് റെസ്പോൺസിബിൾ ആയിരിക്കാം. അടുത്തത് എന്താണ് വാട്ട് ഈസ് നെയിം അഡ്രസ് റെസൊല്യൂഷൻ. മാപ്പിംഗ് എ നെയിം ഇൻ ടു അഡ്രസ് ഈസ് കോൾഡ് നെയിം അഡ്രസ് റെസൊല്യൂഷൻ. അതുമാതിരി DNS is designed for client server application. A host that needs to map an address to a name or a name to an address called DNS client calls a DNS client called a resolver. നമുക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ നെയിം ടു അഡ്രസ് ഓർ അഡ്രസ് ടു നെയിം എന്നൊരു മാപ്പിംഗ് ചെയ്യുന്നതിനെയാണ് റിസോൾവർ എന്ന് പറയുന്നത്. റിസോൾവർ ആക്സസസ് ദി ക്ലോസസ്റ്റ് DNS സെർവർ വിത്ത് എ മാപ്പിംഗ് റിക്വസ്റ്റ്. റിസോൾവർ മാപ്പിംഗ് റിക്വസ്റ്റ് അതായത് മാപ്പിംഗ് റിക്വസ്റ്റിനെ ആക്സസ് ചെയ്യുന്നത് റിസോൾവർ വെച്ചിട്ടാണ്. If the server has the information, it satisfies the resolver.
സെർവറിന് ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിസോൾവർ സാറ്റിസ്ഫൈ ചെയ്യും. അതർവൈസ് in either refers the resolver to other servers or ask the server to provide the information. ഓക്കെ, അങ്ങനെയാണ്. എന്താണ് ഇപ്പം ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ നെയിം അഡ്രസ് റെസൊല്യൂഷൻ. വാട്ട് ഈസ് നെയിം അഡ്രസ് റെസൊല്യൂഷൻ? അതാണ് മാപ്പിംഗ് എ നെയിം ടു അഡ്രസ് ആണ് മെയിൻ. അടുത്ത നെക്സ്റ്റ് വാട്ട് ഈസ് റിസോൾവർ? അത് മാപ്പിംഗ് ചെയ്യുന്ന മെത്തേഡിനെയാണ് റിസോൾവർ എന്ന് പറയുന്നത്. ആ റിസോൾവർ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ദർ ഈസ് എനി ഇൻഫർമേഷൻ ഒന്നുമില്ലെങ്കിൽ റിസോൾവർ സാറ്റിസ്ഫൈ ചെയ്യില്ല. നമ്മളത് മാപ്പിംഗ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡൊമൈൻ നെയിം സ്പേസിൽ വരുന്നത്.